സുരേഷ് ത്രിവേണി സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ നെറ്റ്ഫ്ലിക്സ് ഒറിജിനൽ സിനിമയായിട്ടുള്ള മാ ബഹൻ എന്ന പടത്തിന്റെ ടൈറ്റിൽ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒന്നാണ്. പൊതുവെ ആ വാക്ക് അധിക്ഷേപിക്കുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ഒന്നാണ്. റാണി മുഖർജി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മർദാനി എന്ന സിനിമയുടെ ടൈറ്റിൽ സോങ്ങിൽ പറയുന്നത് തന്നെ ജിസ് ദുനിയാ മേ മാ ബഹനെ റിഷ്തേ നഹി ഹെ ഗാലി ഹെ എന്നാണ്. പൂജ തുലാനി രചന നിർവഹിച്ചിട്ടുള്ള ഈ പടത്തിന്റെ ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്ത്രീകളെ വളരെ ജഡ്ജ്മെന്റൽ ആയിട്ട് നോക്കുന്ന സൊസൈറ്റിയെ കുറിച്ച് സംസാരിക്കുക എന്നത് തന്നെയാണ്. അതിനുവേണ്ടി സുരേഷ് ത്രിവേണിയും പൂജ തുലാനിയും സ്വീകരിച്ചിട്ടുള്ളത് ബ്ലാക്ക് കോമഡിയുടെ ഒരു രീതിയാണ്. ചെറിയൊരു ത്രില്ലർ സൈഡിലേക്ക് പോകുമ്പോഴുള്ള ഡിസ്ട്രാക്ഷനുകളും സബ് പ്ലോട്ടുകളുമാണ് ഒരർത്ഥത്തിൽ ഈ സിനിമയിൽ ലേശം ഇഷ്യൂ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. തുടക്കത്തിലെ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾക്ക് ശേഷം ഒരുവിധം സേഫായിട്ട് പറയാനുള്ളത് പറയാൻ ഈ പടത്തിന് സാധിച്ചിട്ടുണ്ട്. രേഖയും അവരുടെ മക്കളായിട്ടുള്ള ജയയും സുഷമയുമാണ് നമ്മുടെ പ്രധാന കഥാപാത്രങ്ങൾ. രേഖ ആദർശ് കോളനിയിൽ ഒറ്റയ്ക്കാണ് താമസം. അവർ ജോലി ചെയ്യുന്നത് ഒരു ലിക്കർ ഷോപ്പിലാണ്. ജയ കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലാണെങ്കിലും ആകെ മൊത്തത്തിൽ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ സെറ്റപ്പിൽ നരകിക്കുകയാണ്. സുഷമയാണെങ്കിൽ സോഷ്യൽ മീഡിയ ഫോളോയിങ് കൂട്ടുക എന്നൊരൊറ്റ ലക്ഷ്യത്തിൽ ജീവിക്കുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ രേഖ ഒരു പ്രശ്നത്തിൽ ചെന്നുപെടുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷൻ അടിച്ച് രേഖ തന്റെ 2 പെൺമക്കളോടും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരാൻ പറയുന്നു. എന്താണ് ആ പ്രശ്നം, അത് അവർ ഏത് രീതിയിൽ ഡീല് ചെയ്യുന്നു എന്നതൊക്കെയാണ് നമ്മൾ ഈ പടത്തിൽ കാണുന്നത്. വാഷിംഗ് പൗഡർ നിർമ്മ എന്ന പരസ്യം ഇഷ്ടമുള്ളവർക്ക് ഒരുപക്ഷെ രേഖയും ജയയും സുഷമയും ഉണ്ടായിട്ടും ഹേമ ഇവിടെ പോയി എന്നൊരു വിഷമം ഉണ്ടാകും. നിങ്ങളുടെ വിഷമം സിനിമ ഒരു ഘട്ടത്തിൽ പരിഹരിച്ചു തരുന്നുണ്ട്. ഈ സിനിമയുടെ ഒരു പൊളിറ്റിക്കൽ സബ് ടെക്സ്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള സൊസൈറ്റിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പല സ്ഥലത്തും എക്സാജറേറ്റ് ചെയ്തിട്ടുള്ള ബ്ലാക്ക് കോമഡി സുരേഷ് ത്രിവേണി ഉപയോഗിക്കുന്നത്. ഒരു സിംഗിൾ മദർ സക്സസ്ഫുൾ ആവുക എന്ന് പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുടെ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് രേഖ എന്ന കഥാപാത്രത്തെ സിനിമ വിഷ്വലൈസ് ചെയ്യുന്നത്. അവരുടെ സ്ലീവ്ലെസ് ബ്ലൗസിനെയൊക്കെ എംഫസൈസ് ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ്. ഈ 3 കഥാപാത്രങ്ങളെയും നോക്കിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഒരു പേരുണ്ടാക്കുക എന്നുള്ള ഒരു ആഗ്രഹം കോമൺ ഫാക്ടറായിട്ട് കാണാൻ പറ്റും. പാട്രിയാർക്കലായിട്ടുള്ള ഒരു സെറ്റപ്പിലൂടെ ആ ഒരു ആഗ്രഹത്തെ കാണുമ്പോഴാണ് ഇവരൊക്കെ മോശം നടപ്പുകാരാകുന്നത്. ക്ലൈമാക്സ് ഒന്ന് കൊഴുപ്പിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഇങ്ങനെ പലതും സിനിമ സെറ്റപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. പക്ഷേ അവിടം വരെയുള്ള യാത്ര ബ്ലാക്ക് കോമഡി ആക്കാൻ തീരുമാനിച്ചത് സിനിമയിലെ ചില കാര്യമായ ഭാഗങ്ങളെ സ്വല്പം ഇൻകൺസിസ്റ്റന്റ് ആക്കുന്നുണ്ട്. തുമാരി സുലു എന്ന വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള കോമഡി സംവിധാനം ചെയ്ത സുരേഷ് ത്രിവേണി ജൽസ, സുബേദാർ മുതലായ സീരിയസ് ടോണുള്ള സിനിമകൾക്ക് ശേഷം കോമഡി സ്പേസിലേക്ക് ഈ സിനിമയിലൂടെ തിരിച്ചു വരികയാണ്. ഈ പടത്തിന്റെ പൊളിറ്റിക്കൽ ലെയറിനും അമ്മയും മക്കളും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ബ്ലാക്ക് ഹ്യൂമർ പരിപാടിക്കും തമ്മിൽ സാമാന്യം വലിയൊരു കോൺട്രാസ്റ്റ് ഉണ്ട്. പടത്തിന് ചെറുതായിട്ടൊന്ന് താളം തെറ്റുന്നത് ഈ ഒരു ബ്ലാക്ക് കോമഡി ഭാഗത്തുള്ള കോമിക്കൽ എലമെന്റുകൾ ബിൽഡ് ചെയ്യുന്നതിലാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ സിനിമയിൽ അരുണോദയ് സിംഗ് അവതരിപ്പിക്കുന്ന കഥാപാത്രം വലിയ പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടറായിട്ട് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് മൊത്തത്തിൽ പിക്ചർ നോക്കുമ്പോൾ തോന്നുന്നില്ല. അതുപോലെ തന്നെ ജയയുടെ മാരേജിൽ എന്ത് സംഭവിക്കും എന്നത് നമുക്ക് ഊഹിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. പടത്തിന്റെ ക്ലൈമാക്സിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഇതുപോലെ തന്നെ വലിയൊരു ഞെട്ടലൊന്നും നമ്മൾ ഉണ്ടാക്കില്ല. നെറ്റ്ഫ്ലിക്സ് സിനിമയാണെന്ന് എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിലുള്ള വളരെ വൈബ്രന്റ് ആയിട്ടുള്ള കളർ സ്കീമുള്ള വിഷ്വലുകളാണ് ഈ പടത്തിലും ഉള്ളത്. പക്ഷേ പടത്തിന് ഈ ഒരു എക്സാജറേറ്റഡ് സ്വഭാവം ഉള്ളതുകൊണ്ട് ആ ഒരു വിഷ്വൽ ലാംഗ്വേജ് ചേർന്ന് പോകുന്നുണ്ട്. തന്നെ ഏൽപ്പിച്ച രേഖ എന്ന കഥാപാത്രത്തിന്റെ എക്സെൻട്രിക് ആയിട്ടുള്ള ബീറ്റുകൾ ഓവറാക്കാതെ അവതരിപ്പിക്കാൻ മാധുരി ദീക്ഷിത്തിന് സാധിക്കുന്നുണ്ട്. പടത്തിന്റെ ഏകദേശം അവസാന ഭാഗത്തേക്ക് വരുന്ന ഒരു കോൺഫ്രണ്ടേഷൻ സീനാണ് എൻ്റെ അഭിപ്രായത്തിൽ പുള്ളിക്കാരിയുടെ ഏറ്റവും ബെസ്റ്റ് സീൻ. സ്മോൾ ടൗൺ കഥാപാത്രങ്ങളെ തൃപ്തി ദിംറി എന്നും വളരെ രസകരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയും ആ ഒരു കാര്യത്തിൽ കുറവൊന്നും സംഭവിച്ചിട്ടില്ല. മാധുരി ദീക്ഷിത്തിന് സമാനമായിട്ട് പുള്ളിക്കാരിക്കും പെർഫോം ചെയ്യാൻ കാര്യമായിട്ട് കിട്ടിയിട്ടുള്ള സീൻ ഒരു കോൺഫ്രണ്ടേഷൻ സീനാണ്. ആ ഒരു സീനിൽ ഡയലോഗ് പറയുന്ന എനർജിയൊക്കെ വളരെ നാച്ചുറൽ ആയിരുന്നു. രണ്ടാമത്തെ മകളായിട്ടുള്ള സുഷമയെ അവതരിപ്പിച്ചിട്ടുള്ളത് ധർണ ദുർഗയാണ്. സാമാന്യം രസകരമായ പെർഫോമൻസ് ആയിരുന്നു പുള്ളിക്കാരിയുടേത്. സ്ക്രീൻ ടൈം വളരെ കുറവുള്ള എന്നാൽ കഥയിൽ ഏറ്റവും പ്രാധാന്യമുള്ള കഥാപാത്രത്തെയാണ് രവി കിഷൻ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ റോളിന് പുള്ളി എന്തുകൊണ്ടും ആപ്റ്റായിരുന്നു. ജയയുടെ ഭർത്താവായിട്ടുള്ള മാനസ് എന്ന കഥാപാത്രത്തെ ഷാർദുൽ ഭരദ്വാജ് വളരെ രസകരമായിട്ട് അവതരിപ്പിച്ചു. അയൽവാസികളെ കുറിച്ച് അപവാദം പറയുന്ന കഥാപാത്രമായിട്ട് ഗീതാഞ്ജലി കുൽക്കർണി നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അരുണോദയ് സിംഗ് അവതരിപ്പിക്കുന്ന കഥാപാത്രം പടത്തിൽ അങ്ങനെ പ്രാധാന്യമുള്ള ഒന്നല്ല. ആൺതുണ ഇല്ലാതെ ജീവിക്കുന്ന സ്ത്രീകൾ സൊസൈറ്റിയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പല സ്ഥലത്തും സിനിമ ഒരു എക്സാജറേറ്റ് ചെയ്യുന്ന ടോണിലേക്ക് മാറുന്നത് എന്ന് സിനിമ ഏതാണ്ട് അവസാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ബ്ലാക്ക് കോമഡി ആയിട്ട് ഈ പടം ട്രീറ്റ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ചില വിമർശനങ്ങളെ കുറച്ചുകൂടി മൂർച്ചയുള്ളതാക്കുന്നുണ്ടെങ്കിലും പല സ്ഥലത്തും കോമഡിക്ക് വേണ്ടി പലതും കാട്ടിക്കൂട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും അത് സിനിമയുടെ ഫോക്കസിന്റെ ഒരു ഷാർപ്നെസ് കുറയ്ക്കുന്നുണ്ട്. വല്ലാതെ ഡയലോഗുകളിലൂടെ പരത്തി പറയാതെ പറയാൻ ഉദ്ദേശിച്ച കാര്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന മാ ബഹൻ ആകെ മൊത്തത്തിൽ കണ്ടിരിക്കാവുന്ന ഒരു എന്റർടൈനർ ലെവലിൽ എത്തുന്നുണ്ട്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്